തൃശൂർ കയ്പമംഗലത്ത് 40-കാരനെ തല്ലിക്കൊന്ന് ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 9 പേർ പോലീസിന്റെ പിടിയിലായി. ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് മുഖ്യപ്രതി സാദിഖിന്റെ പക്കൽ നിന്നും പലപ്പോഴായി 50 ലക്ഷത്തോളം തട്ടിയതിന്റെ പ്രതികാരമായിരുന്നു അരുൺ എന്ന 40-കാരന്റെ കൊലപാതകം. അരുൺ നേരിട്ടത് ക്രൂരമർദ്ദനമായിരുന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അരുണിന്റെ ശരീരത്തിൽ 75ഓളം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തമിഴ്നാട് സത്യമംഗലം വനത്തിൽ ആദിവാസികൾ കൈവശമുള്ള ഇറിഡിയം നൽകാമെന്ന വാഗ്ദാനം നൽകി സാദിഖിൽ നിന്നും കോയമ്പത്തൂർ സ്വദേശിയായ അരുൺ 65 ലക്ഷം രൂപ കൈപ്പറ്റി. ഇറിഡിയം നൽകാത്തതിനെ തുടർന്ന് പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി തൃശൂരിലെത്തി അരുണിനെ വിളിച്ചു വരുത്തി. അരുണിനെ തട്ടിക്കൊണ്ടുപോകാൻ കയ്പമംഗലത്തെ കൊട്ടേഷൻ സംഘത്തെയും സാദിഖ് ഏർപ്പാടാക്കി. പാലിയേക്കര ടോൾ പ്ലാസക്കരികിൽ നിന്നാണ് അരുണിനെയും സുഹൃത്ത് കൊല്ലം സ്വദേശിയായ ശശാങ്കനെയും തട്ടിക്കൊണ്ടുപോയത്. ഇരുവരെയും കല്ലൂരിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച ശേഷം കയ്പമംഗലത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ചും ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ അരുൺ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട അരുണിനെ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് എത്തിക്കാനെന്ന വ്യാജേന ആംബുലൻസ് വിളിച്ചു വരുത്തുകയും ആശുപത്രിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. തുടർന്ന് പ്രതികൾ മുങ്ങി. സംശയം തോന്നിയ ആംബുലൻസ് ഡ്രൈവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ടോട്ടൽ 9 പേർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി ഈ കേസിൽ 4 പേർ കൂടി ഒളിവിലുണ്ട്. അതും നമ്മൾ എത്രയും വേഗം അറസ്റ്റ് ചെയ്തോളാം. കണ്ണൂരിൽ 4 പേരുടെ ഒരു ടീമുണ്ടായിരുന്നു. സാദിഖ്, സലീം, മുജീബ് ആൻഡ് ഫൈസ്. കണ്ണൂർ സ്വദേശികളായ സാദിഖ്, ഫായിസ്, മുജീബ്, സലീം എന്നിവരും കയ്പമംഗലം സ്വദേശികളായ ദിലീപ്, ചന്ദ്രൻ, ധനേഷ് എന്ന മുത്തു, അഭയ് എന്നിവരുമാണ് പിടിയിലായത്. 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. കൊല്ലപ്പെട്ട അരുണിന്റെ ദേഹത്ത് 75ഓളം മുറിവുകളുള്ളതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. തലക്കേറ്റ അടിയും മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടർ, തൃശൂർ.